ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന എയർപോർട്ടിലാട്ടോ. ഇക്കാടെ കൊച്ചുപ്പ എന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കൊച്ചുപ്പ എന്ന് പറയുമ്പം ഉപ്പാടെ അനിയനാണ് കേട്ടോ. അപ്പം നമ്മളോട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എറണാകുളത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇക്കാക്ക് ഓഫീസിൽ ഇച്ചിരി തിരക്കായതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചുപ്പാടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കേട്ടോ. എല്ലാവർക്കും കൂടെ നാട്ടിൽ നിന്ന് കൊച്ചുമ്മയും അനിയനും പിള്ളേരൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ നമ്മളിന്ന് പോകുന്ന കാര്യം. ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം നമുക്കറിയാം കേട്ടോ. പക്ഷേ നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോവാന്ന്. അപ്പോൾ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ട് ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് കൈരളി ഫുഡ് കോർട്ട് എന്നാണ്. അതായത് എയർപോർട്ടിനാണ് ഒരു 25 മിനിറ്റ് ഉള്ളിലോട്ടാണ്. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് റൺവേയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണുന്ന വ്യൂ ആയിട്ടുള്ള ഒരു ചായക്കടയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയപ്പം ഒരുപാട് കടികളും അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരി ബീഫ്, കപ്പ ബീഫ്, പിന്നെ കാട ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കപ്പയും ബീഫും, പഴംപൊരി ബീഫ്, പിന്നെ ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ ഒക്കെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല നമുക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലയാങ്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ എയർപോർട്ടിലോട്ട് പോയിട്ട്, കാരണം കൊച്ചുമ്മയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറ്റുകയാണെങ്കിൽ വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇക്ക ഇവിടെ ഇല്ല, ആലപ്പുഴയിൽ പോയിരിക്കാന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ കൂടെ അവർ കാണാതെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്തവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ കൊച്ചുപ്പ എത്തിയത്. അപ്പോൾ അതേ ലയാൻക്കൊക്കെ ബോറടിച്ച് തുടങ്ങിയിട്ടോ അങ്ങനെ വിളിച്ച് നിൽക്കുന്ന കാരണം. അങ്ങനെ അതേ ഫൈനലി കൊച്ചുപ്പ എത്തി. ഞങ്ങളിത് മാറി നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം അവർ കാറിൽ കയറാൻ പോകുമ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പോകാനാട്ടോ വിചാരിച്ച്. അങ്ങനെ അതേ ബാക്കിൽ കൂടെ പോയിട്ട് അവർക്ക് സർപ്രൈസൊക്കെ കൊടുത്തു. അവരെല്ലാവരും ഞെട്ടിയിട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിള്ളേരൊക്കെ ഞെട്ടിപ്പോയാൽ ഇതിപ്പോൾ എവിടുന്നാണ് വന്നതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതേ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ ഫൈനലി ഞങ്ങളെ സർപ്രൈസ് സക്സസ് ആയി. അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളിവിടെ വരുന്ന കാര്യം. പിന്നെ ഞങ്ങൾ അവരോട് പറയുന്നു കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, ലയാൻക്കൊക്കെ ബോറടിച്ച് തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതേ കാറിൻ്റെ അവിടേക്ക് പോയി. അപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ചു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് എന്നൊക്കെ. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കേ. സർപ്രൈസ് ആയാ എത്തിയാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മളെ വയറൊക്കെ ഫുള്ളായിരുന്നു. ഇപ്പം തന്നെ ഫുഡ് വേണ്ടാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ദേ ഇവിടുന്ന് മൊജിറ്റൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഇനി അവർ നാട്ടിൽ പോകും, നമ്മൾ തിരിച്ച് ഫ്ലാറ്റിൽ പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.